മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ RCCB ട്രിപ്പായി പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി പല ഇലക്ട്രീഷ്യന്മാരും ശ്രമിക്കുകയും മോട്ടറിന്റെ കണക്ഷൻ ഡയറക്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു പ്രവണത നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ മോട്ടറിന്റെ കണക്ഷൻ ഡയറക്റ്റ് കൊടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടെന്ന്. ഇപ്പോൾ അതിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, മോട്ടറിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ RCCB ട്രിപ്പാകുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കോട്ടയത്ത് ഒരു RCCB ട്രിപ്പിംഗ് പരിഹരിക്കാനായിട്ട് കൊല്ലത്തുനിന്ന് എത്തിയതാണ്. അപ്പോൾ ഇവിടെയും ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇയാൾക്ക് എപ്പോഴും RCCB ട്രിപ്പിംഗ് പരിഹരിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതാണ് കൂടുതൽ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ ഒരുപാട് RCCB ട്രിപ്പിംഗ് ഒരുപാടുണ്ട്. അപ്പോൾ RCCB ട്രിപ്പിങ്ങിന് കാരണം മോട്ടറാണോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വിഷയം വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇലക്ട്രീഷ്യന്മാർ ഒന്നുകിൽ നമുക്ക് RCCBയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മോട്ടറിന്റെ കണക്ഷൻ കൊടുക്കുന്ന പതിവുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ചിന്റെ ഭാഗത്ത് നിന്ന് കണക്ഷൻ എടുത്ത് കൊടുക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. പിന്നെ എന്നെ സ്ഥിരമായിട്ട് പൊങ്കാല ഇടുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് പറയുന്ന ഒരുപാട് ഇലക്ട്രീഷ്യന്മാരുണ്ട്. ഞാനത് മുൻകൂട്ടി പറയാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഈ വീഡിയോയുടെ താഴെയും കമന്റ് ഇട്ടോ. പൊങ്കാല അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഞാനും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ആരാണോ നെഗറ്റീവ് കമന്റ് ഇടുന്നത്, അതുപോലെ ഇലക്ട്രീഷ്യന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറയും. തിരിച്ച് പറയുമ്പോൾ ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് വേദനിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഒരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ നേരെ കിച്ചണിലോട്ട് പോവാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോവുകയാണ്, അപ്പോൾ കുറച്ച് ലെങ്ത് കൂടും. എങ്കിലും നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഈ സബ്മേഴ്സിബിൾ പമ്പുകളാണല്ലോ ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്മേഴ്സിബിൾ പമ്പുകൾക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഇതുപോലുള്ള ഒരു DP സ്വിച്ച് ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് അറിയുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. സബ്മേഴ്സിബിൾ പമ്പുകളുടെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്, കമ്പനി തരുന്നത് ഒരു സ്റ്റാർട്ടർ തരാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു കപ്പാസിറ്റർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബോക്സ്. ഇത് ഈ വീടിന്റെ പുറത്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരുവിധം എല്ലായിടത്തും ഇത് തന്നെയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ചെല്ലുന്നിടത്തൊക്കെ കാണുന്നത് ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ DP സ്വിച്ച് ആണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ DP സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ട്രിപ്പ് ആവുന്നു, അത് മോട്ടറിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ ട്രിപ്പ് ആവുന്നത്, അതിന് പോകുമ്പഴി നമുക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണോ എന്നുള്ളതാണ് ഇനി ഞാൻ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ ഈ DP സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആവും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനി അതിന്റെ കൂട്ടത്തിൽ ഒരു സ്റ്റാർട്ടർ ബോക്സ് നമുക്ക് തരുമ്പോൾ അതിനകത്ത് ഒരു MCB ആയിരിക്കും അതിനെ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അല്ലാതെ ചില കമ്പനികൾക്ക് കേര അങ്ങനെയൊക്കെയുള്ള കൽപ്പ അങ്ങനെയൊക്കെയുള്ള മോട്ടറുകൾക്കാണെങ്കിൽ അതിനകത്ത് വരുന്നത് ഒരു 1 വേ സ്വിച്ച് ആയിരിക്കും. ഇതുകൊണ്ട് ഇത് എത്ര ഇലക്ട്രീഷ്യന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനെ ഒഴിവാക്കിയിട്ടാണ്, അതിനെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലുള്ള DP സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ പുറത്തോട്ട് ഇതിന്റെ മറ്റു കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ ഞാൻ ആ ബോക്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണിക്കാം. ഓക്കെ, അതിന് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവാനുള്ളൊരു പ്രധാന കാരണം ആയിട്ട് എല്ലാ ഇലക്ട്രീഷ്യന്മാരും പറയുന്നത് മോട്ടോർ കംപ്ലൈന്റ്. അതുകൊണ്ട് ഈ മോട്ടോർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, വീടിന്റെ പണികൾ പൂർത്തീകരിച്ച് വരുന്ന സമയത്ത് തന്നെ ഈ മോട്ടറിനെ പിടിച്ച് ഡയറക്റ്റ് കൊടുക്കുന്ന പതിവുകളുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ട്രിപ്പ് അപ്പോഴേ തന്നെ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ ട്രിപ്പ് ആവും, അവർ ഡയറക്റ്റ് കൊടുക്കും. ഇത് സംഭവിക്കുന്നതിന്റെ കാരണം നമ്മൾ ഈ DP സ്വിച്ച് ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ പിന്നെ ഇവിടെ നിന്നും ഈ DP സ്വിച്ചിൽ നിന്നും മോട്ടോർ വരെ പോകുന്ന വയറ്, പിന്നെ ഈ മിക്ക മോട്ടറിന്റെയും കൂടെ കിട്ടുന്ന വയറ് ഏകദേശം ഒരു 3 മീറ്റർ ഒക്കെ ആയിരിക്കും അല്ലെ. വാട്ടർ പ്രൂഫ് ചെയ്യാതെ നമുക്കൊരു 3 മീറ്റർ ലെങ്തിലായിരിക്കും അതിനകത്ത് വയർ കണക്ട് ചെയ്ത് വരുന്നത്. ബാക്കിയുള്ള വയർ നമ്മൾ ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വയറിങ്ങിൽ ഈ മോട്ടറിന് കംപ്ലൈന്റ് ഇല്ലെങ്കിലും ഇവിടെ നിന്നും മോട്ടർ വരെ എത്തിക്കുന്ന വയറിനകത്ത് ഡാമേജ് വന്നാലും മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവും. ഇത് എത്ര ഇലക്ട്രീഷ്യന്മാരെ നോക്കാറുണ്ട്? ഈ മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പായി കഴിഞ്ഞാൽ ഇവിടുന്ന് മോട്ടോർ വരെ പോകുന്ന വയറിന്റെ പ്രശ്നമാണോ, നമ്മൾ ജോയിന്റ് അടിച്ച് ഇറക്കിയിരിക്കുന്ന കിണറ്റിനകത്തേക്ക് ഇറക്കിയിരിക്കുന്ന വയറിന്റെ പ്രശ്നമാണോ എന്ന് എത്ര ഇലക്ട്രീഷ്യന്മാർ നോക്കും? നല്ലൊരു ശതമാനം നോക്കാറില്ല. അവർ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ DP സ്വിച്ച് വെക്കുന്നത് കൊണ്ടും ട്രിപ്പിങ്ങിനോട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 1 വേ സ്വിച്ചോ അല്ലെങ്കിൽ ഒരു MCBയോ ആണ് കമ്പനി തരുന്ന സ്റ്റാർട്ടറിനകത്തുള്ളത്. ആ സാഹചര്യത്തിൽ നമ്മളവിടെ DP സ്വിച്ച് വെക്കുമ്പോൾ കമ്പനി തരുന്ന സ്റ്റാർട്ടറിനകത്ത് ന്യൂട്രൽ ഡയറക്റ്റ് ആയിട്ട് മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഫേസ് മാത്രമാണ് നമുക്ക് സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യുന്നത്. MCB ആകുമ്പോൾ അതിനൊരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ കൂടെ നമുക്ക് കിട്ടും. 1 വേ സ്വിച്ച് ആണെങ്കിൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല, ഒരു സ്വിച്ചിങ് മാത്രമേ ഫേസിനകത്ത് ഒരു സ്വിച്ചിങ് മാത്രമേ നടക്കുന്നുള്ളൂ.
ഓക്കെ, ആ സാഹചര്യത്തിൽ നമ്മൾ DP സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ DP സ്വിച്ചിന് കാലപ്പഴക്കം വരുമ്പോൾ ഇതിന്റെ കോണ്ടാക്ട്സ് ഒക്കെ ചിലപ്പോൾ ഒന്ന് കരിയാനോ അല്ലെങ്കിൽ അതിന്റെ സ്പ്രിങ് ടെൻഷൻ കുറയാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിന്റെ 2 കോണ്ടാക്റ്റും ഒരേ ടൈമിൽ തന്നെ ഇവിടെ മുട്ടണമെന്നില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ പഴയ സ്വിച്ച് അല്ല പുതിയ സ്വിച്ച് ആയാലും ഇത് സംഭവിക്കാം. എന്ന് വെച്ചാൽ ഇതൊരു മെക്കാനിക്കൽ സ്വിച്ച് ആണ്, ഒരു സ്പ്രിംഗ് മെക്കാനിസം ആണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫേസിന്റെയും ന്യൂട്രലിന്റെയും കോണ്ടാക്ട് ഒരുമിച്ച് ഒരേ സമയം തന്നെ മുട്ടണമെന്നില്ല, മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം വരാം. അത് ആ സമയത്ത് എന്ത് ചെയ്യും? ഇതിനകത്തൂടെ ഫേസ് ആണ് ആദ്യം കോണ്ടാക്റ്റിൽ വരുന്നതെങ്കിൽ ഫേസ് ആദ്യം മോട്ടറിലേക്ക് പോവുകയും അവിടെ മോട്ടറിന്റെ എല്ലാ ഭാഗത്തും ഫേസ് എത്തുകയും വയറിംഗ് ഫുള്ള്, അതായത് ഇവിടെ നിന്നും മോട്ടറിലേക്കുള്ള ഫുൾ വയറിംഗിൽ ഫേസ് എത്തുകയും അവിടെ മാക്സിമം ലീക്കേജ് സംഭവിക്കുകയും ചെയ്യും. വെള്ളത്തിനടിയിലുള്ള ഒരു മോട്ടർ ആയതുകൊണ്ട് ലീക്കേജ് കണ്ടാൽ അല്പം കൂടുതലുമായിരിക്കും. ഓക്കെ, നമ്മൾ കരക്കി വെച്ചിരിക്കുന്ന മോണോബ്ലോക്കോ അല്ലെങ്കിൽ ജെറ്റ് പമ്പുകളെ അപേക്ഷിച്ചിട്ട് അല്പം ലീക്കേജ് കറണ്ട് കൂടുതലായിരിക്കും. ന്യൂട്രൽ കൃത്യസമയത്ത് അവിടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫേസിന് ഒരു കൃത്യമായിട്ടുള്ള റിട്ടേൺ പാത്ത് ഇല്ലാത്തത് കൊണ്ട് എവിടെയൊക്കെയാണോ ലീക്കേജിന് സാധ്യതയുള്ളത് അതുവഴി ഭൂമിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ RCCB ട്രിപ്പിംഗ് സംഭവിക്കും. അപ്പോൾ ഈ ഒരു DP സ്വിച്ചിന് കംപ്ലൈന്റ് വന്നാലും അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന പുതിയ സ്വിച്ച് ആണെങ്കിൽ പോലും ആ ഒരു ടൈം ഡിലേ വന്നാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വെക്കുന്നത് ഇച്ചിരി സ്ലോ ആയി പോയാലും ട്രിപ്പിംഗ് സംഭവിക്കാം. അപ്പോൾ അതും തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യും ഇലക്ട്രീഷ്യന്മാർ? ഇപ്പം ഞങ്ങൾ 10-20 വർഷമായിട്ട് ഇത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഈ സൈസ് കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ വന്നോ. പിന്നെ ഞാൻ പ്രത്യേകം പറയാം, ദിനേശ് എന്ന് പറയുന്ന ഒരുത്തൻ, ഞാൻ പറ്റുമെങ്കിൽ അവന്റെ പ്രൊഫൈൽ ഞാൻ തരാം. ആര് ഇലക്ട്രിക്കൽ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വന്ന് തെറി വിളിക്കുന്ന ഒരുത്തനുണ്ട്. ഓക്കെ, ഞാൻ അവന്റെ പ്രൊഫൈല് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അവനൊക്കെ എന്തിനാ ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സത്യം പറയാം, എന്തിനാ ജീവിക്കുന്നത്? മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി. അന്ന് അവനൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ? അതുമില്ല. എല്ലാവരും പറയുന്നേക്കാം നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അവനൊക്കെ ചിലപ്പം വീടിന് ചുറ്റും കിടന്ന് 4 വീട്ടിൽ പണിയെടുത്തുകൊണ്ട് നടക്കുന്നത്. നമ്മളെ ഈ ലോകം മൊത്തം കിടന്ന്, ഈ കേരളം മൊത്തം കിടന്ന് ഓടുന്ന നമ്മുടെ അടുത്താണ് അവൻ്റെയൊക്കെ ഈ ചൊറിച്ചിലും കൊണ്ടുവരുന്നത്. പിന്നെ അതിനൊന്നും തിരിച്ച് മറുപടി കൊടുക്കാൻ സമയമില്ല, അതിന് വേണ്ടിയിട്ട് മെനക്കെടാനും വയ്യ. പലർക്കും പരാതിയാണ്, നിങ്ങൾ ഇയാൾ എന്താണ് RCCB ട്രിപ്പിങ്ങിന്റെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ, RCCB ട്രിപ്പിങ്ങിന്റെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇടുന്ന കാണാം. ഞാൻ ചെയ്യുന്ന വർക്ക് RCCB ട്രിപ്പിംഗ് ആണ്. പക്ഷെ ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പല ഇലക്ട്രീഷ്യന്മാരും വർക്ക് ചെയ്യുന്നിടത്ത് ചിലപ്പോൾ നാണം കെടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വർക്കുകളിൽ എന്നെ കൂടുതൽ നെഗറ്റീവ് കമന്റ് അടിച്ച് ചൊറിയാതിരിക്കുക. ഇപ്പം നിങ്ങളിൽ എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ടാവുമെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇതുപോലെ മണ്ടത്തരം എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. വാ, ഞാൻ ഈ RCCB ട്രിപ്പിംഗ് പരിഹരിക്കുന്നിടത്ത് മിക്കയിടത്തും ചെല്ലുമ്പോൾ ഒരു പ്രശ്നമാണിത്. എന്തോ അത് മോട്ടർ ഇടുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നു, അതുകൊണ്ട് മോട്ടറിനെ പിടിച്ചു ഡയറക്റ്റ് കൊടുത്തു ഞങ്ങളുടെ ഇലക്ട്രീഷ്യൻ. എന്ത് ഇതായിട്ടാണെന്ന് അറിയുമ്പോൾ അവർ പറയുന്നത്, ഇലക്ട്രീഷ്യൻ വന്ന് പറഞ്ഞ് മോട്ടറിന്റെ കംപ്ലൈന്റ് ആണ്, അത് ഡയറക്റ്റ് ആക്കി. എന്തിനാ ഇങ്ങനെ പറയിക്കുന്നത്? ഇവിടെ തന്നെ നല്ല മഴയാണെങ്കിലും നമുക്കത് ചെയ്യാതിരിക്കാൻ വയ്യ. ഇവിടെ തന്നെ ഇത് കണ്ടോ, ഇതിന്റെ സ്റ്റാർട്ടർ സ്വിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ടോ? കമ്പനി കൊടുത്ത സ്റ്റാർട്ടറാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇതിനെ ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ, ചെയ്ത വർക്കിനെ ഞാൻ കുറ്റം പറയുകയല്ല. നമ്മൾ കാര്യം മനസ്സിലാക്കാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ്. എന്നിട്ട് നേരെ താഴെ ഇതുവഴി മണ്ണിനടിയിൽ കൂടെ വയറ് നേരെ കിണറ്റിലേക്ക് പോയിരിക്കുക. ഈ പോയിരിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ഡാമേജ് വന്നാലും ട്രിപ്പാകും. അത് മോട്ടറിന്റെ കംപ്ലൈന്റ് അല്ല. പിന്നെ നമുക്ക് കമ്പനി തരുന്ന മോട്ടോറിൽ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ മോട്ടോറുകളും നല്ല ഇൻസുലേഷൻ ക്വാളിറ്റിയോട് കൂടി നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിനെ മിക്ക ഇലക്ട്രീഷ്യന്മാരും ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ആ മോട്ടോർ വെച്ച ഉടനെ ട്രിപ്പായി പോകുന്നു, RCCB ട്രിപ്പ് ആവുന്നു, അത് കൊള്ളില്ല എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ എന്താണ്, നമ്മുടെ മോട്ടോർ നല്ല കണ്ടീഷനിൽ വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല കമ്പനി തന്നു നല്ലൊരു മോട്ടോർ നമ്മൾ ചെയ്തു, വയറിങ്ങും എല്ലാം പെർഫെക്റ്റ് ആണ്, അവിടെ DP സ്വിച്ച് ചെയ്യുന്നതിന് പകരം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കമ്പനി തന്നിരിക്കുന്ന സ്റ്റാർട്ടർ സ്വിച്ച് തന്നെ ആണെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ. എന്നിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മോട്ടറിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് നല്ല ഇൻസുലേഷൻ വാല്യൂ ഒക്കെ മോട്ടറിനുണ്ട്, എന്നിട്ടും മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ RCCB ട്രിപ്പ് ആവുന്നു. ഓക്കെ, ഇത് ആരും ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. ഇൻസുലേഷൻ വാല്യൂ എന്ന് പറയുന്ന സാധനം തന്നെ ഒരു ഹറാമായിട്ടാണ് ഈ നാട്ടിലുള്ള ഇലക്ട്രീഷ്യന്മാർ കാണുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് തന്നെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തിയിട്ടോ ഇൻസുലേഷൻ വാല്യൂ നോക്കിയിട്ടോ ആണ്. അത് നമ്മുടെ നാട്ടിലെ ഹറാമാണ്.
ഈ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ഞങ്ങൾ 10, 20, 30 വർഷമായിട്ട് ഞങ്ങൾ ടെസ്റ്റർ കൊണ്ട് മാത്രം കംപ്ലൈന്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്ന മഹാന്മാരാണ് ഇതിന് താഴെ ഇപ്പോൾ കമന്റുകളായിട്ട് വരും. അതെനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു മോട്ടറിന് കുഴപ്പമില്ലെങ്കിലും നമ്മളത് ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ വയറിങ്ങിന്റെ കുഴപ്പമാണ്, അല്ലാതെ മോട്ടറിന്റെ കുഴപ്പമല്ല. വയറിങ്ങിന്റെ ടോട്ടൽ ഇൻസുലേഷൻ വാല്യൂ കുറയുമ്പോഴാണ് നമ്മൾ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹൈ കറണ്ട് ഉണ്ടാവുകയും, അതായത് മോട്ടറിന്റെ 1.5 ഇരട്ടിയോ അതിന് മുകളിലോ ഒക്കെ ഒരു കറണ്ട് ഉണ്ടാകും, സ്റ്റാർട്ടിങ് കറണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മുടെ വയറിങ്ങിൽ ഒരു ഹൈ കറണ്ട് ഉണ്ടാവുകയും അതിന്റെ ചെറിയൊരു അംശം നമ്മുടെ വയറിങ്ങിൽ ലീക്കേജ് ഉള്ള ഭാഗത്തൂടെ ഭൂമിയിലേക്ക് പോവുകയും RCCB ഈ ഒരു കറണ്ടിന്റെ വേരിയേഷൻ മനസ്സിലാക്കിയിട്ട് ട്രിപ്പ് ആവുകയും ചെയ്യും. എന്ന് വിചാരിച്ചത് മോട്ടറിന്റെ പ്രശ്നമല്ല. ഇങ്ങനെ പലയിടത്തും കാണുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, പലയിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ ഡയറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി മോട്ടോർ പരിശോധിച്ച് നോക്കുക, എന്നിട്ടത് ആ പ്രശ്നം പരിഹരിച്ച് സോൾവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു കമ്പനിയെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഉടനെ തന്നെ ഇത് മോട്ടറിന്റെ പ്രശ്നമാണ്, എല്ലാ സബ്മേഴ്സിബിൾ പമ്പുകളും ഇങ്ങനെയാണ്, ഞങ്ങൾ കൊടുക്കുന്നതെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയുന്ന, എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഒരുപാട് ഇലക്ട്രീഷ്യന്മാരുണ്ട്. ഓക്കെ, ഞങ്ങൾ ഡയറക്റ്റ് ആണ് കൊടുക്കാറുള്ളത്, കാരണം ഡയറക്റ്റ് കൊടുത്തില്ലെങ്കിൽ മോട്ടർ ഓൺ ചെയ്ത് അപ്പോഴേ ട്രിപ്പ് ആയി പോകും എന്ന് പറയുന്നത്. പിന്നെ ഈ RCCB ട്രിപ്പ് ആവുന്നതിനെ പറ്റി പറയുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണക്ട് ലോഡുകൾ, വയറിങ്ങിന്റെ ഏരിയ, പിന്നെ അതിന്റെ RCCBയുടെ ടൈപ്പ്, RCCBയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുകളുടെ എന്താണ് ലോഡുകൾ, ഇൻഡക്റ്റീവ് ലോഡാണോ, കപ്പാസിറ്റീവ് ലോഡാണോ, റെസിസ്റ്റീവ് ലോഡാണോ, അങ്ങനെ ലോഡിന്റെ വ്യത്യാസം, അതിനനുസരിച്ചിട്ടൊക്കെയാണ് ഒരു RCCB ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ആരെയും നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരാളെ എന്താണ് കണ്ണും പൂട്ടി തെറി വിളിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടല്ല ഇങ്ങോട്ട് വന്നേ. നിങ്ങളൊന്നും ഓർക്കുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈസൻസ് ഉള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി ഉറപ്പാക്കണം എന്ന് ഇൻസ്പെക്ടറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ഇൻസുലേഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് KSEBയിൽ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആ അപേക്ഷയിൽ ഒരു കോൺട്രാക്ടർ, സൂപ്പർവൈസർ, വയർമാൻ, അതുപോലെ തന്നെ കൺസ്യൂമർ, ഇത്രയും ആൾക്കാർ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് കം കംപ്ലീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് നമ്മുടെ വയറിങ്ങിന്റെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി, എർത്തും പോളും തമ്മിൽ ഇത്ര മെഗാ ഓം ഉണ്ട്, പോളുകൾ തമ്മിൽ ഇത്ര മെഗാ ഓം ഉണ്ട്, എർത്ത് റെസിസ്റ്റൻസ് ഇത്രയാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുന്നുണ്ട്. അതിനകത്തെല്ലാം പറയുന്നുണ്ട് ഇത്രയാണ്, ഞങ്ങൾ ടെസ്റ്റുകളെല്ലാം നടത്തി. പച്ച കള്ളമല്ലേ നമ്മൾ പറയുന്നത്? എവിടെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്? എന്നിട്ടാണ് ഇതെല്ലാം ഡെയിലി KSEBയിൽ കള്ളത്തരം എഴുതി ഒപ്പിട്ടുണ്ടെന്ന് കൊടുക്കുന്ന ഇലക്ട്രീഷ്യന്മാരാണ് ഞാനൊരു ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി ഒരു കംപ്ലൈന്റ് പരിഹരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ചൊറഞ്ഞ് എനിക്ക് കമന്റ് ഇടാൻ നിൽക്കുന്നത്. എന്നെ കൊണ്ട് ഇതേപോലെ ഇലക്ട്രീഷ്യന്മാർക്ക് എതിരെ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ മിക്ക ഇലക്ട്രീഷ്യന്മാരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഒരു വീട്ടിൽ നിന്ന് പോകില്ല. ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയ്ക്കും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരു മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതെങ്ങനെ പരിഹരിക്കാം, വ്യക്തമായിട്ട് പറഞ്ഞൊന്നുമില്ല. ഇന്ന് RCCB ട്രിപ്പിങ്ങിന്റെ വീഡിയോ മാത്രമേ ചെയ്യുന്നു എന്നുള്ള പരാതി വേണ്ട. പിന്നെ ഒരു കാര്യം കൂടെ, നമുക്ക് ഇലക്ട്രിക്കൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ആരെയും അടിച്ചു പിടിച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഉണ്ട്. നിങ്ങളൊരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. സിംഗിൾ ഫേസ്, 3 ഫേസ് വയറിങ് എങ്ങനെ ചെയ്യണം, അതിന്റെ കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ്, കേബിൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു 10, 50 അല്ലെങ്കിൽ 100 കിലോ വാട്ടിന്റെ ഒരു ലോഡുള്ള ഒരു വർക്ക് വന്നാൽ പോലും അത് എങ്ങനെ പ്ലാൻ ചെയ്യാം, ഒരു സ്കീമാറ്റിക് ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാം, ഫ്യൂസ് ഗ്രേഡിങ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാനും നിങ്ങൾക്ക് തന്നെ അത് വരച്ചെടുക്കാനും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യാനൊക്കെ ഉതകുന്ന രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന, മലയാളത്തിൽ തന്നെ തയ്യാറാക്കിയ ക്ലാസ്സുകളാണ് ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്. വാട്സപ്പ് വഴിയാണ് പഠിക്കുന്നത്. ഓരോരുത്തർക്കും പ്രത്യേകം ക്ലാസ് തരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ തന്നെ നമുക്ക് വർക്കുകൾ പഠിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സമയത്ത് പഠിക്കാൻ പറ്റും. വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇലക്ട്രിക്കൽ പുലികൾക്ക് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കംപ്ലൈൻറ്റ്. നമ്മൾ ഏതൊരു വർക്കിൻ്റെയും ഒരു കംപ്ലൈൻറ്റ് പരിഹരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ ആ ഒരു മേഖലയിൽ തന്നെ അവൻ പുലിയായിരിക്കും. അവനെ നമ്മൾ പുച്ഛിക്കണ്ട. അവൻ ഇനി വലിയ കെട്ടിടത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടോ, 10 നിലയുള്ള ഫ്ലാറ്റിൻ്റെ ഇലക്ട്രിക്കൽ വർക്കാണോ ചെയ്യുന്നത്, അതല്ല കാര്യം. ആ 10 നിലയുള്ള ഫ്ലാറ്റിലെ വർക്കിലെ ഒരു റൂമിൽ കംപ്ലൈൻറ്റ് വന്നിട്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരുത്തനാണെങ്കിൽ അവന് നല്ല ഇലക്ട്രീഷ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് പരിഹരിച്ചെടുക്കുന്നവൻ അവൻ ഇലക്ട്രിക്കലി പുലിയാണ്.
കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സുകളും അത് എങ്ങനെ പരിഹരിച്ചെടുക്കണം, അതിനുപയോഗിക്കുന്ന മീറ്ററുകൾ ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റ് വന്നാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഓരോ കംപ്ലൈൻറ്റിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് മലയാളത്തിൽ തന്നെ ഈസി ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്കും ഇലക്ട്രിക്കൽ പിടിയാവും. അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വാട്സാപ്പിൽ തന്നെയാണ് ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, ഏത് സമയത്തും പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇതിനൊരു ഫീസ് ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് 9645540075 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ കൊടുക്കാൻ നമ്പർ. അതുപോലെ RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന അവരുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രിപ്പിംഗ് പരിഹരിക്കാൻ വന്നപ്പോൾ തന്നെ ആ വീട്ടുകാർ പറഞ്ഞു ഇഷ്ടം പോലെ ഇലക്ട്രീഷ്യന്മാർ ഇവിടെ കയറി ഇറങ്ങിയതാണ്. പലരും വരും, ടെസ്റ്റ് ലാമ്പ് കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും. ഇതുവരെ ഒരു ഇലക്ട്രീഷ്യനും കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്നോ അതിന് വേണ്ടുന്ന ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നും RCCB ട്രിപ്പിംഗ് ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ 100% നമ്മൾ റിസൾട്ട് കൊടുക്കും. ഓക്കെ. ഇപ്പോൾ ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഈ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കാണാം. ഇലക്ട്രീഷ്യന്മാർ ഒന്ന് പൊങ്കാലയിടാൻ മറക്കല്ലേ.